Dear friends, welcome back to Law Lecture Series. Today we will discuss about a special contract, indemnity and guarantee. ഒരേപോലെ തോന്നിക്കുന്ന എന്നാൽ പരസ്പരം വ്യത്യസ്തമായ രണ്ട് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളാണ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റും ഗ്യാരണ്ടി കോൺട്രാക്റ്റും. വാട്ട് ഈസ് ഇൻഡംനിറ്റി? ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് എന്നാൽ എന്താണ്? എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ഈസ് എ കോൺട്രാക്റ്റ് by which one party promises to save the other party from the loss caused to him by the conduct of the promiser himself or by the conduct of any other person. നഷ്ടം നികത്തി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കരാറാണ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ്. ഇൻഡംനിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സെക്യൂരിറ്റി എഗൻസ്റ്റ് ലോസ് എന്നാണ്. സെക്യൂരിറ്റി എഗൻസ്റ്റ് ലോസ്. കരാറുണ്ടാക്കിയ വകയിൽ ഭാവിയിൽ വല്ല നഷ്ടവും സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം നികത്തി കിട്ടാൻ വേണ്ടി ആ നഷ്ടം നികത്തലുമായി ബന്ധപ്പെട്ട കരാറാണ്. ആ നഷ്ടം നികത്തലുമായി മാത്രമേ ഇൻഡംനിറ്റി കോൺട്രാക്റ്റിന് ബന്ധമുള്ളൂ. ഇൻഡംനിറ്റി മീൻസ് സെക്യൂരിറ്റി എഗൻസ്റ്റ് ലോസ്. ഉദാഹരണത്തിന് എ ആൻഡ് ബി ആൻഡ് സി, മൂന്നാളുകൾ. ഉദാഹരണം നന്നായി ശ്രദ്ധിക്കണം. ഇൻഡംനിറ്റിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള വ്യത്യാസം വളരെ മൈന്യൂട്ടാണ്, നാരോ ഗ്യാപ്പാണ്. ഓക്കെ, വളരെ ബ്ലറായിട്ടുള്ള ഡിഫറൻസാണ്. ഉദാഹരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമുക്ക് ശേഷം കമ്പയർ ചെയ്യാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. ഈ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പാരിസൺ എളുപ്പമാകും. അപ്പോൾ ഉദാഹരണം ശ്രദ്ധിക്കുക. ബി സിക്കൊരു 100 രൂപ കൊടുക്കാനുണ്ട്. അത് നേരത്തെ ഉണ്ടാക്കിയ കരാറാണ്. നേരത്തെ ഉണ്ടാക്കിയ കരാറ് പ്രകാരം ബി ഓസ് ₹1000 ടു സി. ബി സിക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്. ഈ ഒരു വകയിൽ എ ബിയോട് പ്രോമിസ് ചെയ്യുന്നു സി ഭാവിയിൽ എടുത്തേക്കാവുന്ന ലീഗൽ ആക്ഷൻസ് അതിനെതിരെ എ ബിക്ക് പ്രോമിസ് കൊടുക്കുകയാണ്. സി വല്ല ലീഗൽ ആക്ഷൻസും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് മൂലം ബി എടുക്കേണ്ടി വരുന്ന ആക്ഷൻസിന് ഉള്ള നഷ്ടപരിഹാരം. യഥാർത്ഥത്തിൽ ഒരു റീഇംബേഴ്സ്മെൻ്റാണ് ഇവിടെ നടക്കുന്നത്. കരാറിലെ എതിർകക്ഷി ആക്ഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുകക്ഷിയും ആക്ഷൻ എടുക്കേണ്ടി വരും. 1000 രൂപ കിട്ടാനുള്ള സി നിയമ നടപടിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർകക്ഷിക്കും ചെലവ് സംഭവിക്കും. ആ ഒരു ലോസ്, ആ ഒരു ചെലവ് നികത്തി കൊടുക്കാൻ വേണ്ടി എയും ബിയും തമ്മിലുണ്ടാക്കുന്ന കരാറാണ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ്. ഓക്കെ, നഷ്ടം നികത്തിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് എയും ബിയും തമ്മിലുണ്ടാക്കുന്ന കരാറാണ്. എ ആണ് ഇവിടെ പ്രോമിസർ. പ്രോമിസർക്ക് നമ്മൾ ഇവിടെ വിളിക്കുന്ന പേര് ഇൻഡംനിഫയർ എന്നാണ്. ഇൻഡംനിഫയർ. എന്നാൽ പ്രോമിസി ആയിട്ടുള്ള ബി ഇൻഡംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡംനിഫൈഡ് എന്നൊക്കെ പറയും. ഓക്കെ, ഇതാണ് ഒരു ഇൻഡംനിറ്റി കരാറ്. ആ ഒരു നഷ്ടം നികത്തലുമായി മാത്രം ബന്ധപ്പെട്ട ഒരു കരാറാണ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ്. എന്നാൽ എന്താണ് ഗ്യാരണ്ടി കോൺട്രാക്റ്റ്? എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്റ്റ് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഇൻഡംനിറ്റി കോൺട്രാക്റ്റുമായിട്ട് സാമ്യത ഉണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു കോൺട്രാക്റ്റാണ് ഗ്യാരണ്ടി കോൺട്രാക്റ്റ്. ഇവിടെ ഒരാൾ ഗ്യാരണ്ടർ ആവുകയാണ് അല്ലെങ്കിൽ ഷുവർട്ടി ആവുകയാണ്. ഉദാഹരണത്തിന് എ ബിക്ക് 1000 രൂപ കടം കൊടുക്കുന്നു. ആ കടം കൊടുക്കുന്ന വകയിൽ
C promises to A that if B does not pay the money, C will pay it. അതാണ് ഇവിടെ കരാർ. അഥവാ ഭാവിയിൽ ബിക്ക് പറഞ്ഞ ഡേറ്റിന് ക്യാഷ് തരാൻ കഴിയാതെ വന്നാൽ ഞാൻ തരാം എന്ന് സി എയോട് പ്രോമിസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഗ്യാരണ്ടി കോൺട്രാക്റ്റ്. ഇവിടെ കരാറിൽ 3 പാർട്ടികളുണ്ട്. നേരത്തെ 3 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും കരാർ എയും ബിയും തമ്മിൽ മാത്രമേ ഉള്ളൂ. ഇൻഡംനിഫയറും ഇൻഡംനിറ്റി ഹോൾഡറും തമ്മിൽ മാത്രമേ അവിടെ കരാറുള്ളൂ. ഓക്കെ. എന്നാൽ ഇവിടെ കരാറിൽ 3 പാർട്ടികളുണ്ട്. 3 ആൾ തമ്മിൽ 3 കരാർ ഇവിടെയുണ്ട്, 3 കോൺട്രാക്റ്റ് ഇവിടെയുണ്ട്. ഇവിടെ എല്ലാം ഒന്നിച്ച് സംഭവിക്കുന്നതാണ്. സിയുടെ പ്രസൻസിലാണ് എ ബിക്ക് 1000 രൂപ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തമ്മിലും ഇൻ്റർ കണക്റ്റഡ് ആണ്, കരാറുണ്ട്. എയും ബിയും തമ്മിലൊരു കരാറ്. അപ്പോൾ ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് എ എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടാനുള്ള ആൾ, കടം കൊടുക്കുന്ന ആൾ ക്രെഡിറ്റർ എന്നാണ് പറയുക, ക്രെഡിറ്റർ. ബി പ്രിൻസിപ്പൽ ഡെറ്റർ. പ്രിൻസിപ്പൽ ഡെറ്ററാണ് ബി, അതായത് ബെനിഫിറ്റ് അനുഭവിക്കുന്ന ആൾ. 1000 രൂപ സ്വീകരിച്ച ആളാണ് പ്രിൻസിപ്പൽ ഡെറ്റർ. ബി ആണ് പ്രിൻസിപ്പൽ ഡെറ്റർ. എന്നാൽ ജാമ്യം നിൽക്കുന്ന, വാഗ്ദാനം കൊടുക്കുന്ന, ബി തന്നില്ലെങ്കിൽ ഞാൻ തരാം എന്ന് പറയുന്ന സി ഉണ്ടല്ലോ, അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷുവേർട്ടി അഥവാ ഗ്യാരണ്ടർ. അപ്പോൾ ഇവിടെ കരാറിൽ 3 പാർട്ടികളുണ്ട്. 3 ആൾ തമ്മിലും പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്, കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലൊരു കരാറ് ഓൾറെഡി ഉണ്ട്. ഓക്കെ. ഇന്ന ഡേറ്റിനകം ക്യാഷ് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് എ ബിക്ക് 1000 രൂപ കൊടുക്കുകയാണല്ലോ. അപ്പോൾ അവർ തമ്മിൽ കരാറുണ്ട്. ഒരു കരാറായി പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിൽ. പിന്നൊരു കരാറുള്ളത് ഷുവേർട്ടിയും ക്രെഡിറ്ററും തമ്മിൽ. ബി ക്യാഷ് തന്നില്ലെങ്കിൽ ഞാൻ തരുമെന്ന് സി പറഞ്ഞല്ലോ എയോട്, ആ ഒരു കരാറ്, ക്രെഡിറ്ററും ഷുവേർട്ടിയും തമ്മിലുള്ള കരാറ്. അപ്പോൾ 2 കരാറായി. ഇനി നേരെ മറിച്ച് ഈ നഷ്ടം ഷുവേർട്ടി വഹിക്കലല്ല, ഇൻഡംനിറ്റി കരാറ് പോലെ അല്ല. ഇവിടെ നഷ്ടം നികത്തി കഴിഞ്ഞാൽ അത് പിന്നീട് ഷുവേർട്ടിക്ക് ഡെറ്റർ എടുത്ത് നിന്ന് വാങ്ങിക്കാം, അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു കരാറ് വീണ്ടും ഷുവേർട്ടിയും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലുള്ള കരാറ്. അപ്പോൾ 3 കരാറുകളാണ് ഇവിടെ ഉള്ളത്. എങ്ങനെ? ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലുള്ള കരാറ്, ക്രെഡിറ്ററും ഷുവേർട്ടിയും തമ്മിലുള്ളൊരു കരാറ്, ഷുവേർട്ടിയും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലുള്ള കരാറ്. അങ്ങനെ 3 കരാറുണ്ട്. ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ 3 കരാറുകൾ ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ദ ഡെറ്റർ മേ ബി മൈനർ. ഡെറ്റർക്ക് ഇവിടെ മൈനർ ഡെറ്റർ ആവാം. ഇവിടെ പ്രിൻസിപ്പൽ ഡെറ്റർ മൈനർ ആവാം. കരാറ് സാധുവാണ്. എന്നാൽ ഇൻ ദിസ് കേസ് ഷുവേർട്ടി ഈസ് ലാബിൾ ടു പേ ദ മണി. ഒരു പ്രൈമറി ലാബിലിറ്റി എന്ന നിലക്ക് വരും. പ്രിൻസിപ്പൽ ഡെറ്റർ മൈനർ ആകുമ്പോൾ ഷുവേർട്ടിയുടെ ലാബിലിറ്റി ഒരു പ്രൈമറി ലാബിലിറ്റി പോലെ ആകും. ഓക്കെ. അല്ലാതെ ജനറലി ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ പ്രൈമറി ലാബിലിറ്റി അല്ല, സെക്കൻഡറി ലാബിലിറ്റിയാണ്. കാരണം പ്രിൻസിപ്പൽ ഡെറ്റർ കൊടുത്തില്ലെങ്കിലല്ലേ ഷുവേർട്ടി കൊടുക്കേണ്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ സെക്കൻഡറി ലാബിലിറ്റി എന്നാണ് ഷുവേർട്ടിയുടെ ലാബിലിറ്റിയെക്കുറിച്ച് പറയാം. എന്നാൽ മൈനറാണ് കരാറിലെ കക്ഷിയെങ്കിൽ, പ്രിൻസിപ്പൽ ഡെറ്റർ എങ്കിൽ, അവിടെ നമ്മൾ ഒരു പ്രൈമറി ഇൻഡംനിഫയറെ പോലെ ഒരു പ്രൈമറി എന്ന രൂപത്തിൽ പറയേണ്ടി വരും. ഓക്കെ. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടിയാണ്. ഇൻഡംനിറ്റിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് ഡിഫറൻസ്. അതൊന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി.
ഇൻഡംനിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദർ ആർ ടു പാർട്ടീസ്, ഇൻഡംനിറ്റി ഹോൾഡർ ആൻഡ് ഇൻഡംനിഫയർ. എല്ലാ ഡിഫറൻസും നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് മാത്രം. ഇൻഡംനിറ്റി കരാറാവുമ്പോൾ രണ്ട് പാർട്ടികൾ മാത്രമേ ഉള്ളൂ, ഇൻഡംനിറ്റി ഹോൾഡറും ഇൻഡംനിഫയറും. എന്നാൽ ഗ്യാരണ്ടി കോൺട്രാക്റ്റ് ആണെങ്കിൽ ദർ ആർ ത്രീ പാർട്ടീസ്, ഡെറ്റർ, ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി. മൂന്നാളുകളുണ്ട്. മറ്റൊരു ഡിഫറൻറ്റ്, ദർ ഈസ് ഓൺലി വൺ കോൺട്രാക്റ്റ് ഇൻ കേസ് ഓഫ് ഇൻഡംനിറ്റി. എന്നാൽ ഇൻ കേസ് ഓഫ് ഗ്യാരണ്ടി ദർ ആർ ത്രീ കോൺട്രാക്ട്സ്. അതും വ്യത്യാസമാണ്. ഇൻഡംനിറ്റിയുടെ കാര്യത്തിൽ ഒരു കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ, എന്നാൽ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി കോൺട്രാക്റ്റ് ആണെങ്കിൽ 3 കരാറുകളുണ്ട്. ആരൊക്കെ തമ്മിലാണ് നമ്മൾ പറഞ്ഞു? വൺ ബിറ്റ്വീൻ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ, സെക്കൻഡ് ബിറ്റ്വീൻ ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി, ആൻഡ് തേർഡ് ബിറ്റ്വീൻ ഡെറ്റർ ആൻഡ് ഷുവർട്ടി. ഓക്കെ. തേർഡ് ഡിഫറൻസ് ആണ് ലാബിലിറ്റി ഓഫ് ദ ഇൻഡംനിഫയർ ഈസ് പ്രൈമറി. എന്നാൽ ഇൻ കേസ് ഓഫ് ഗ്യാരണ്ടി ലാബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഓൺലി സെക്കൻഡറി. കാരണം എന്താ? ഷുവർട്ടി ഈസ് ലാബിൾ ഓൺലി ഇഫ് ദ ഡെറ്റർ ഫെയിൽസ് ടു പേ. ഇൻഡംനിറ്റി കരാറിൽ ഇൻഡംനിഫയറുടെ ബാധ്യത എന്ന് പറയുന്നത് പ്രൈമറിയാണ്. ഈ പറഞ്ഞ ഒരു കണ്ടിൻജൻസി സംഭവിച്ചാൽ, ഭാവിയിൽ ലീഗൽ ചാർജസോ മറ്റോ വന്നാൽ അത് ഇൻഡംനിഫയർ തന്നെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം, പ്രൈമറിയാണ്. എന്നാൽ ഗ്യാരണ്ടി കരാറിൽ അങ്ങനെയല്ല. ഷുവർട്ടിക്ക് ബാധ്യത എപ്പോഴേ വരുന്നുള്ളൂ? ഈ പറയപ്പെട്ട പ്രിൻസിപ്പൽ ഡെറ്റർ ഫെയിലായാൽ മാത്രമേ ഷുവർട്ടിയുടെ ബാധ്യത വരുന്നുള്ളൂ. സോ ലാബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഈസ് സെക്കൻഡറി. മറ്റൊരു വ്യത്യാസമാണ് ലോസ് ഫോൾസ് ഓൺ ദ ഇൻഡംനിഫയർ. എന്നാൽ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ലോസ് ഈസ് നോട്ട് ഓൺ ദ ഷുവർട്ടി. ഷുവർട്ടി ആഫ്റ്റർ പേയിങ് ദ എമൗണ്ട് ക്യാൻ റിക്കവർ ദ മണി ഫ്രം ദ ഡെറ്റർ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ ഡെറ്ററും ഷുവർട്ടിയും തമ്മിലൊരു കരാറ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് ലോസ് ഷുവർട്ടി വഹിക്കേണ്ടതില്ല. പറഞ്ഞ ഡേറ്റിന് ബി ക്യാഷ് കൊടുക്കാതിരുന്നാൽ എക്കത് സി കൊടുക്കുകയും ഇൻഡംനിറ്റി കരാറിൻ്റെ കാര്യത്തിൽ എന്താണ്? ലോസ് ഫോൾസ് ഓൺ ദ ഇൻഡംനിഫയർ. എന്നാൽ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ലോസ് ഈസ് നോട്ട് ഓൺ ദ ഷുവർട്ടി. ഈ ജാമ്യക്കാരാണല്ലോ, ഇൻഡംനിഫയർ എന്ന് പറഞ്ഞാലും ഷുവർട്ടി എന്ന് പറഞ്ഞാലും രണ്ടും ജാമ്യക്കാർ തന്നെയാണ്. എന്നാൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇൻഡംനിറ്റി കരാറിൽ ലോസ് ഫോൾസ് ഓൺ ദ ഇൻഡംനിഫയർ. ഇൻഡംനിഫയർ ആണ്, വേറെ ആരുമല്ല. മറ്റേ ആൾ കൊടുത്തില്ലെങ്കിൽ ഇയാൾ കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന ഒരു പോയിൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണിത്. ഇവിടെ ലോസ്, എൻ്റയർ ലോസ് ഇൻഡംനിഫയർക്കാണ്. മറ്റേ ആൾ കൊടുക്കാതിരിക്കുക, അതുവരെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യം സംഭവിച്ചാൽ, കണ്ടിൻജൻസി സംഭവിച്ചാൽ ഇൻഡംനിഫയർ കൊടുത്തോളണം. ലോസ് ഇൻഡംനിഫയർക്കാണ്. എന്നാൽ ഗ്യാരണ്ടി കരാറിൽ ലോസ് ഷുവർട്ടിക്കല്ല. ഷുവർട്ടിക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുത്തതിന് ശേഷം പ്രിൻസിപ്പൽ ഡെറ്ററോട് അത് വാങ്ങിക്കാം. അങ്ങനെ ഒരു കരാർ നേരത്തെ ഉണ്ട്. മറ്റൊരു വ്യത്യാസമാണ് ലാബിലിറ്റി ഓഫ് ദ ഇൻഡംനിഫയർ അറൈസസ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ കണ്ടിൻജൻസി. നമ്മൾ പറഞ്ഞല്ലോ, നിയമ നടപടിക്ക് പോവുക, ലീഗൽ ആക്ഷൻ, ലീഗൽ ചാർജസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കണ്ടിൻജൻസി സംഭവിച്ചാൽ മാത്രമേ ഇൻഡംനിഫയർക്ക് ബാധ്യത വരുന്നുള്ളൂ. എന്നാൽ ഗ്യാരണ്ടി കരാറിൽ അങ്ങനെയല്ല. ലാബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഈസ് നോട്ട് എ കണ്ടിൻജൻറ്റ് വൺ, ഇറ്റ് ഈസ് എൻ എക്സിസ്റ്റിംഗ് ഡെറ്റ് ഓർ ലാബിലിറ്റി. ഒരു കണ്ടിൻജൻസി ബേസ്ഡ് അല്ല. ഓൾറെഡി ഒരു ലോൺ കിട്ടാൻ വേണ്ടി ഗ്യാരണ്ടർ ആയതല്ലേ, ഷുവർട്ടി ആയതല്ലേ. അപ്പോൾ അവിടെ ഒരു കണ്ടിൻജൻസി എന്നുള്ള സംഭവമില്ല, ഒരു എക്സിസ്റ്റിംഗ് ഡെറ്റ് അവിടെ ഉണ്ട്. ഓക്കെ. ബി കൊടുത്തില്ലെങ്കിൽ സി കൊടുക്കണം. ഓക്കെ, ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒരു കണ്ടിൻജൻസി എന്നുള്ള ഒരു പരിപാടി അവിടെ ഇല്ല. ഇനി മറ്റൊരു വ്യത്യാസമാണ് ഇൻഡംനിറ്റി കരാറ് എന്താണ്? റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ് ആണ്. ഈ ഒരു കരാർ ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് ഫോർ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ്.
എന്നാൽ ഗ്യാരണ്ടി കരാറോ ഇറ്റ് ഈസ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് എ ക്രെഡിറ്റർ. സെക്യൂരിറ്റി ഓഫ് ദ ക്രെഡിറ്റർ. ഗ്യാരണ്ടി കരാർ ഉണ്ടാക്കുന്നത് ക്രെഡിറ്ററുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. എ ക്യാഷ് കൊടുക്കുമ്പോൾ ബി എ അത്ര വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ അല്ലെ പരിചയമില്ലാത്തതിൻ്റെ പേരിൽ എ ഒരു ഷുവേർട്ട് ചെയ്ത് നിൽക്കുകയാണ് ജാമ്യക്കാരനായിട്ട്. അപ്പോൾ അവിടെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫ് ദ ക്രെഡിറ്ററാണ്. ക്യാഷ് പറഞ്ഞ ഡേറ്റിന് കിട്ടുക എന്നുള്ളൊരു ആ ഒരു സെക്യൂരിറ്റിയാണ് അവിടെ ഉദ്ദേശം. എന്നാൽ ഇൻഡംനിറ്റി കരാറിൽ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ് എന്നുള്ളതാണ്. മറുകക്ഷി നിയമ നടപടിക്ക് പോയി കഴിഞ്ഞാൽ, ലീഗൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വരുന്ന ചാർജസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാർട്ടി ലീഗൽ ആക്ഷൻ എടുക്കുമ്പോൾ അതർ പാർട്ടിക്കും ലീഗൽ ആക്ഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ വരുന്ന നഷ്ടങ്ങളും ചിലവുകളും നികത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കരാറാണ് ഇൻഡംനിറ്റി കരാർ. റീഇംബേഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞതാണ് ചിലവായ തുക തിരിച്ച് ലഭിക്കുന്നതിനെയാണ് റീഇംബേഴ്സ്മെൻ്റ് എന്ന് പറയുക. വൺസ് ഇൻകേർഡ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ബാക്ക്, തിരിച്ച് കിട്ടുക, അതിനാണ് റീഇംബേഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കരാറാണ് ഇൻഡംനിറ്റി കരാർ. മറ്റൊരു വ്യത്യാസം കൂടെ നോക്കാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ഇൻഡംനിഫയർ ഈസ് ടു ആക്ട് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഇൻഡംനിറ്റി ഹോൾഡർ. എന്നാൽ ഗ്യാരണ്ടി കരാറിൽ ഷുവർട്ടി ക്യാൻ എൻ്റർ ഇൻ ടു ദ കോൺട്രാക്ട് ഓൺലി അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഡെറ്റർ. ഇൻഡംനിറ്റി കരാറിൽ റിക്വസ്റ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഇൻഡംനിറ്റി ഹോൾഡറും പ്രിൻസിപ്പൽ ഡെറ്ററും ആണല്ലോ രണ്ട് പാർട്ടീസ്. ബെനിഫിറ്റ് അനുഭവിച്ച ആളുകളാണ്. ഇൻഡംനിറ്റിയുടെ കാര്യത്തിൽ ബെനിഫിറ്റ് അനുഭവിച്ച ആളാണ് ഇൻഡംനിറ്റി ഹോൾഡർ. എന്നാൽ ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ ബെനിഫിറ്റ് ലഭിക്കുന്ന ആളാണ് ഡെറ്റർ. ഈ രണ്ടാളുകളുടെയും റിക്വസ്റ്റാണ് ഇവിടെ നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കുന്നത്, പോയിൻ്റ് ഓഫ് വ്യൂ. ആ ഒരു ബേസിസിൽ പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഇൻഡംനിഫയർ ആവണമെങ്കിൽ ഇൻഡംനിറ്റി ഹോൾഡറുടെ റിക്വസ്റ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കോടതി ചോദിക്കില്ല എന്നർത്ഥം. നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നോ എന്നുള്ള ചോദ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇൻഡംനിറ്റി ഹോൾഡറുടെ റിക്വസ്റ്റ് വേണം എന്നില്ല ഇൻഡംനിറ്റി കാര്യത്തിൽ. എന്നാൽ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ഡെറ്ററുടെ റിക്വസ്റ്റ് ആവശ്യമാണ്. എനിക്കിത്ര ക്യാഷ് വേണം, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ഒന്ന് ഗ്യാരണ്ടറായി നിൽക്കുമോ, ഒന്ന് ഷുവർട്ടി ആവുമോ എന്നുള്ള ഒരു റിക്വസ്റ്റ് ഡെറ്ററുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു ഗ്യാരണ്ടറായി നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിയമസാധുതയുള്ള ഒരു കരാറായി മാറണമെങ്കിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഫ്രം ദ പാർട്ട് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റർ ഈസ് നെസസറി. ഓക്കെ, let us see again with another topic. Thanks.